ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരിക്. ഞാൻ നിങ്ങളെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ മക്കളെ, പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന നിങ്ങളെ ചാപ്റ്റർ ആണ് പട്ടികകളും ചിത്രങ്ങളും എന്നുള്ള ചാപ്റ്ററിലെ ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്. ഈ ഒരു ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് എന്നുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ എക്സാമിൽ നിങ്ങൾ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ ഒരു ആശ്വാസം തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ബിക്കോസ് ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അതുപോലെ തന്നെ ടേബിൾ ചിലപ്പോൾ ഒന്ന് മാറ്റി എഴുതാൻ തരിക. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ശരിക്കും പറയുവാണെങ്കിൽ നിങ്ങൾ നമ്മളെ മാത്സിൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗത്തിൽ നിങ്ങൾക്ക് കണ്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. കിട്ടുന്നുണ്ടെങ്കിൽ, ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആദ്യമേ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു വലിയ ടേബിൾ ആണ്, കുറേ നമ്പേഴ്സുകളൊക്കെ ഉള്ള ഒരു ടേബിൾ ആണ്. പെട്ടെന്ന് കാണുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടാവില്ല. പക്ഷെ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം അല്ലേ. ഒരു ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ കണക്ക് ഇങ്ങനെയാണ്. 10 ഓവറിലെ റൺ കണക്കുകളാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ഓവറിലും 6 ബോളുകളുണ്ട്. ഈ 6 ബോളുകളും എറിയുന്ന സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള എന്താണ് തന്നത്? റൺസ് ആണ് തന്നത്. സോ ഒന്നാമത്തെ ഓവറിൽ നിങ്ങൾ ആ ഒരു ടേബിൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തെ ഓവർ നോക്കുക. ഒന്നാമത്തെ ഓവറിൽ അവർ എത്ര റൺസ് നേടി എന്ന് കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ദേ ഇവിടെ കിട്ടിയ ബോളുകളിലെ ഓരോ ബോളുകളിലും കിട്ടിയ റൺസിന്റെ എണ്ണം ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊക്കെ 0 ആണ്. സോ നമുക്ക് ഓരോ ബോളുകളിലും ചിലപ്പോൾ റണ്ണ് കിട്ടാതെ വരും അല്ലേ. റണ്ണ് കിട്ടാതെ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സൂം ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നു അല്ലേ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ബിക്കോസ് ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കുന്നത് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്: ഓരോ ഓവറിലും ആകെ കിട്ടിയ റൺ കണക്കാക്കി പട്ടിക ചുരുക്കി എഴുതുക. ഈ ഒരു വലിയ ടേബിൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, വെറും 2 കള്ളികളുള്ള ഈ ഒരു കുഞ്ഞി ടേബിളായിട്ട് കുഞ്ഞി പട്ടികയാക്കിയിട്ട് ഞാൻ ചെറുതാക്കി എഴുതാൻ പോവാ. സോ വലിയൊരു വിവരത്തിനെ ചെറുതാക്കി നമുക്ക് എഴുതാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ ഇവിടെ തന്ന ഈ ഒരു വലിയ വിവരം ഞാൻ എന്ത് ചെയ്യട്ടെ, ചെറുതാക്കി എഴുതട്ടെ. സോ ഇവിടെ നോക്കിക്കേ, ഓരോ ഓവറിലും കിട്ടിയ റൺസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, താഴെ എഴുതേണ്ടത്. ഒന്നാമത്തെ ഓവറിൽ കിട്ടിയ റൺസുകൾ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അവിടെയുള്ള റൺസുകൾ ആകെ ടോട്ടൽ കൂട്ടി നോക്കണം. സോ 2 കൂട്ടിയാൽ എനിക്ക് എത്ര വരിടാം? 2 എനിക്ക് 4 കിട്ടിയിട്ടുണ്ടാവണം. സോ ഒന്നാമത്തെ ഓവറിൽ എനിക്ക് എത്ര റൺസ് കിട്ടി? 4 റൺസുകൾ കിട്ടിയിട്ടുണ്ടാവണം. ദെൻ അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്, രണ്ടാമത്തെ ഓവറിലേക്ക് പോവാണ് കേട്ടോ. രണ്ടാമത്തെ ഓവറിലേക്ക് നോക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഓവറിൽ എത്ര റൺസ് കിട്ടി? 1, 4, 2, 5, 2, 7 കിട്ടിയിട്ടുണ്ടാവണം, 7. ദെൻ മൂന്നാമത്തെ ഓവറിൽ എത്ര കിട്ടി നോക്കണം എനിക്ക്. മൂന്നില് നോക്കിക്കേ, 4, 5, 6 അതല്ലേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ 4, 5, 6 റൺസുകൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓവറിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിന് അടുത്ത 4ാമത്തെ ഓവറിലേക്ക് പോവാണ് ഞാൻ. 4ാമത്തെ ഓവറിൽ എത്ര റൺസ് കിട്ടിയടാ? 4, 2, 1 എന്ന് പറഞ്ഞാല് 4, 2, 6, 1 7 കിട്ടിയിട്ടുണ്ടാവണം. 7. അടുത്ത നോക്കാമല്ലോ. അടുത്ത നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് അഞ്ചാമത്തെ ഓവറിൽ എനിക്ക് എത്ര റൺസ് കിട്ടി? 4, 1, 5, 5, 3, 8 കിട്ടിയിട്ടുണ്ട്. 8. ഇതിന് അടുത്തത് 6ാമത്തതിൽ നിങ്ങൾ സ്പീഡിൽ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. 6ാമത്തെ ഓവറിൽ കിട്ടിയ ബോൾസിന്റെ എണ്ണം നോക്കിക്കേ. നമുക്ക് കിട്ടിയ റൺസ് 2, 4, 6 തന്നെയാണ് കിട്ടിയത് അല്ലെ. അപ്പൊ 6ാമത്തെ ഓവറിൽ എനിക്ക് 6 റൺസ് തന്നെയാണ് കിട്ടിയത്. then 7ാമത്തെ ഓവറിലേക്ക് പോയി ഞാൻ. 7. ഓക്കെ, 7ാമത്തതില് നിങ്ങൾ നോക്കിക്കേ എത്ര റൺസാ? 1, 4, 5, 5, 2, 7, 7, 1, 8 കിട്ടി. 8. then അടുത്തത് 8ാമത്തതിൽ എത്ര എണ്ണം കിട്ടി എന്നുള്ളത് നോക്കാം. 8ാമത്തതിലെ 8 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2, 4, 4, 3, 7 കിട്ടി. സോ 8ാമത്തെ ഓവറിൽ എനിക്ക് 7 റൺസ് കിട്ടി. ഇനി 2 കള്ളിയും കൂടെ കണ്ടുപിടിക്കാനുള്ളൂ. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ ചാപ്റ്ററിലുള്ളൂ. നോക്കാം 9ാമത്തെ കള്ളി നോക്കാവേ. 9ാമത്തെ ഓവർ. ഓക്കെ, അപ്പൊ അടുത്തത് 9ാമത്തെ ഓവറിലെത്തി. 9ാമത്തെ ഓവറിൽ നോക്കിക്കേ, 6, 6, 2, 8, 8, 2, 10 റൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 9ാമത്തെ ഓവറിൽ എനിക്ക് 10 റൺസ് കിട്ടി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10ാമത്തെ ഓവർ നോക്കാം നമുക്കില്ലേ. 10ാമത്തെ ഓവറിലേക്ക് ഞാൻ എത്താൻ വേണ്ടി പോവാണ്. അപ്പൊ 10ാമത്തെ ഓവർ എവിടെ? 6, 6, 4, 10, 10, 2, 12 കിട്ടിയിട്ടുണ്ട്.
12 റൺസ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഓരോ ടേബിളും കൃത്യമായിട്ട് ഓരോ ഓവറിലും എത്ര റൺസ് വീതം കിട്ടി എന്നുള്ളത് ഈ ഒരു വലിയ ടേബിളിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കുഞ്ഞു ടേബിൾ ആയിട്ട് ഇവിടെ മാറ്റി എഴുതി. സോ ഇങ്ങനെ നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, വലിയ വലിയ വിവരങ്ങളെ ചെറിയ രീതിയിലേക്ക് ചുരുക്കി എഴുതാൻ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഇനി നിങ്ങൾ ആ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിച്ചു നോക്കുക. എന്താണ്? ഹൗ മെനി റൺസ് വർ സ്കോർഡ് ഇൻ ദ ഫസ്റ്റ് 10 ഓവേഴ്സ്? ആദ്യത്തെ 10 ഓവറുകളിൽ നിങ്ങൾക്ക് ആകെ കിട്ടിയ റൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാലോ. അപ്പൊ ആകെ കിട്ടിയ റണ്ണ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് നോക്കണം. സോ എന്നെ മക്കൾ എന്ത് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് ഇത് എത്രയാണെന്നുള്ളതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. റൺസുകൾ ടോട്ടൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ 10 ഓവറുകളിൽ കണ്ടോ, ആദ്യത്തെ 10 ഓവറുകളിൽ നിങ്ങൾക്ക് കിട്ടിയ ആകെ റൺസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് ആഡ് ചെയ്തിട്ട് എന്താണ് ആൻസർ എന്നുള്ളത് ചാറ്റ് ബോക്സിൽ, നമ്മളെ കമന്റ് ബോക്സിൽ പറയാ. സോ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ സ്പീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതുപോലെ ഈ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും അല്ലേ, അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഈ ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവും കാര്യങ്ങളൊന്നും മിസ് ചെയ്യാതെ തന്നെ മക്കൾ കാണുക. ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ഇതിന് ആൻസർ ഒക്കെ പറയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.